إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات سائر أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله. തർബിയ മീഡിയയുടെ ആത്മീയ മജ്ലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസുകളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അവസാനം ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ഈ മഹത്തായ മജ്ലിസിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ പകർത്തി ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തർബിയ ആത്മീയ മജ്ലിസിലൂടെ ഒരു നിശ്ചിതമായ മജ്ലിസുകൾ മാത്രമല്ല, കൃത്യമായ ഓരോന്നും നമ്മളെ ജീവിതത്തിൽ പകർത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതും മഹത്തുക്കളായ ഉലമാക്കൾ നമ്മൾക്ക് കൈമാറി തന്നതുമായ വളരെ മഹത്വമേറിയ ഒരുപാട് നല്ല നല്ല മജ്ലിസുകളാണ് ഓരോ ദിവസങ്ങളിലായിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുകയും ഇതിൻ്റെ വാഹകരാവുകയും ഇത് ശ്രദ്ധിക്കുകയും ഇത് വീക്ഷിക്കുകയും ഇത് മനസ്സിലാക്കുകയും ഈ മജ്ലിസിൽ ഉൾക്കൊണ്ട് ഇതിലെ ദുആയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇതിൽ ചൊല്ലുന്ന അദ്കാറുകൾ, സ്വലാത്തുകൾ, മജ്ലിസുകൾ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി അതിലൊക്കെ നിങ്ങൾ ഭാഗവാക്കായി ഇതൊക്കെ കൂടെ ഇരുന്ന് ചൊല്ലി ആ ദുആയിലൊക്കെ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസുകളിലൂടെ ഒരുപാട് നല്ല നല്ല ഇന്നിപ്പോൾ അഅ്ളമു സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. സാധാരണ മജ്ലിസുകളിൽ ബദർ മജ്ലിസും ബുർദ മജ്ലിസും പോലെയുള്ള മജ്ലിസുകളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോന്നാണ് ചെയ്യുന്നത്. അത് നമുക്ക് പരിചയപ്പെടാനും മഹത്തുകൾ നമുക്ക് ചെല്ലാൻ വേണ്ടിയും നമുക്ക് പാടാൻ വേണ്ടിയും പറയാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയുള്ളതൊക്കെ അവർ രൂപീകരിച്ചിട്ടുള്ളതും അവരൊക്കെ രചിച്ചിട്ടുള്ളതും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം ഈ മജ്ലിസുകളിലൂടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വലാത്ത് ഏറ്റവും വലിയൊരു സ്വലാത്താണ്, വളരെ മഹത്വമുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് നമുക്ക് ചൊല്ലി ഇൻഷാ അല്ലാഹ് അരമണിക്കൂറിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മജ്ലിസാണ്. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. നീറുന്ന പ്രയാസങ്ങളുമായി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പല നിലക്കുള്ള ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പല നിലക്കുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളും പെട്ടവരുണ്ട്. അവർക്കൊക്കെ പരിഹാരമായി നമ്മൾ ഓരോ ദിവസവും നടത്തുന്ന മജ്ലിസുകൾ അള്ളാഹു എത്തിച്ചു നൽകുമാറാകട്ടെ. പരിഹാര മാർഗമാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നൊരു നസീഹത്ത്, നമ്മുടെ ഈ മജ്ലിസിലൂടെ ഒരു നസീഹത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ നസീഹത്ത് ജീവിതത്തിൽ പകർത്താൻ ഈ മജ്ലിസ് കേൾക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ മുന്നിട്ട് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളെ മജ്ലിസുകൾക്ക് ഇൽമും കൂടിയാകുമ്പോൾ ആ സമ്പുഷ്ടമായ ഒരു മജ്ലിസായി അത് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലഭിക്കുന്ന ഇൽമ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചതെന്നുമായ പരിശുദ്ധ ദീനിന്റെ ഉലൂമുകൾ നമുക്കൊന്നൊന്നായി പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ 114 സൂറത്തുകൾ പല നിലക്കുള്ള നമുക്ക് പല മജ്ലിസുകളിലായിട്ട് ആ 114 സൂറത്തുകൾ ചെറിയ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ നിയമാവലി, ദസ്തൂറു ഹയാത്തിൽ ഇൻസാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിന്റെ നിയമാവലിയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പല മജ്ലിസുകളിലായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇന്നത്തെ അഅ്ളമു സ്വലാത്ത് നമുക്ക് ചൊല്ലണം. അതിനു മുമ്പായി ഒരു നസീഹത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് 4 വിഭാഗമായിട്ടാണ്. 4 വിഭാഗം മനുഷ്യരെയാണ് അല്ലാഹു ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമതായി മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിച്ചവരാണ്, അവർ വിജയികളാണ്. രണ്ടാമത് മുസ്ലിമായി ജനിച്ച് കാഫിറായി മരിച്ചവരാണ്.
അവർ വലിയ പരാജിതരാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കാഫിറായി ജനിച്ച് കാഫിറായി മരിക്കുന്നവർ, അവർ പരാജിതരാണ്. അതുപോലെ നാലാമത്തെ ഒരു വിഭാഗം കാഫിറായി ജനിച്ച് മുസ്ലിമായി മരിക്കുന്നവരാണ്, അവരും വിജയികളാണ്. രണ്ട് കൂട്ടർ വിജയികളും രണ്ട് കൂട്ടർ പരാജിതരുമാണ്. ഞാൻ വേറെ രീതിയിലൊന്നും പറയുന്നതല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് മുസ്ലിമായി ജനിച്ചു ഞാൻ. ഇനി ഞാൻ മുസ്ലിമായി മരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ധന്യമാകുന്നത്, സ്വർഗമാകുന്ന ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഇസ്ലാമല്ലാത്തൊരു മതത്തെ ഒരാൾ മതമായി തിരഞ്ഞെടുത്താൽ അവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കപ്പെടുകയില്ല. അവൻ വലിയ നഷ്ടത്തിലാണ്, അവൻ വലിയ പരാജയത്തിലാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിമായ എനിക്കും നിങ്ങൾക്കുമെല്ലാം മുസ്ലിമായിട്ട് തന്നെ മരിക്കണം. ഈമാനോടുകൂടിയുള്ള മരണത്തിന് മഹത്തുക്കൾ ധാരാളം വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ആ വഴികളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിലും നമുക്ക് നമ്മുടെ മുമ്പിൽ ചെയ്യാൻ സാധിക്കുന്ന 1-2 വഴികളാണ് ഞാൻ ഉണർത്തുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനില്ലാത്തൊരു മരണം നമ്മളെപ്പോഴും ഭയപ്പെടണം. എല്ലാ കാര്യങ്ങളുടെയും അവസാനം നന്നാവണം. ആദ്യം നന്നായാൽ പോരാ, അവസാനവും നന്നാവണം. ഒരു കച്ചവടം തുടങ്ങിയ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ പര്യവസാനം കടവും പ്രയാസങ്ങളും പലിശയുമൊക്കെ ആയി മുന്നേറുമ്പോൾ അത് വലിയ പ്രതിസന്ധിയും നാശവും നഷ്ടവുമായി നമുക്ക് കാണാൻ സാധിക്കും. എന്നതുപോലെ ആവാൻ പാടില്ല. നമ്മളെ തുടക്കവും മുടുക്കവുമെല്ലാം അത് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാവണം. നമ്മളെ മരണം, നമ്മുടെ ജീവിതമെല്ലാം അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി എല്ലാവരും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ 4 കാര്യങ്ങളാണ് ഉണർത്തുന്നത്. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്, സുബഹിക്ക് മുമ്പായിട്ട് മഹാന്മാര് പറയുന്നത് കാണാം. മഹാനായ ഇമാം യാസീർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അതേ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ തുടക്കം, അവന്റെ പ്രഭാതം സുബഹി നിസ്കാരത്തിലൂടെ തുടങ്ങുകയാണ്. ആ സുബഹി നമസ്കാരത്തിൽ അവൻ തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് ചെറുപ്പക്കാർ വരാറുണ്ട്, പ്രായം ചെന്നവർ വരാറുണ്ട്. ഏകദേശം അരമണിക്കൂറോ 20 മിനിറ്റോ സുബഹിക്ക് മുമ്പ് പള്ളിയിൽ നേരത്തെ എത്തി ബാങ്ക് വിളിക്ക് ഉത്തരം നൽകി സുന്നത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതുന്നു. ആ സുബഹിക്ക് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാത്തവർ വളരെ കുറവാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്, റകഅത്തൈനി മിനൽ ഫജ്രി ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. അതേ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ദുനിയാവിൽ എന്തെല്ലാം ലഭിക്കുന്നുവോ അതിനേക്കാൾ ഖൈറായത് അല്ലാഹു നമുക്ക് നിങ്ങൾക്ക് നൽകുമെന്നാണ്. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കാരം, മുസല്ലി സുന്നത്ത് സുബഹി എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പോ ആ സുന്നത്ത് നിസ്കാരം വലിയ മഹത്വമുള്ളതാണ്. പണ്ഡിതന്മാര് പറഞ്ഞത് കാണാമല്ലോ, ഹദീസുകൾ ധാരാളമുണ്ട്. ആ സുബഹി നിസ്കാരത്തിൽ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട്, ഉമ്മമാര് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട്, വീട്ടിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട്, പള്ളിയിൽ നിസ്കരിക്കുന്നവർ പള്ളിയിൽ തന്നെ ഇരുന്നു കൊണ്ട്, അതെ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ ഇമാം യാസീർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. ഒരാൾ ഈ ഒരു ദിക്ർ സുബഹി നിസ്കാരത്തിന് ശേഷം, സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരാൾ 40 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ ഈ ലോകത്തു നിന്ന് ഈമാനോടുകൂടിയ മരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സുബഹിക്ക് മുമ്പുള്ള ഈ സുന്നത്ത് നിസ്കാരത്തിന് ശേഷമുള്ള ഈ ദിക്ർ, ഇത് ചൊല്ലാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇത് ഈമാനുള്ള മരണത്തിന് കാരണമാണ്. രണ്ടാമത്തെ ഒരു ഈമാനികമായ നൂറ് നമുക്ക്
ഞങ്ങൾക്ക് ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിലേത് പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ഹദീസുകളിൽ ധാരാളം ദിക്റുകൾ വന്നതും ഖുർആൻ പാരായണവുമാണെന്ന് നമുക്കറിയാം. പക്ഷേ പലരും പല ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയിട്ടും ഒരുപാട് പൈസ എണ്ണി കൊടുത്ത് പരിഹാരമുണ്ടാകാറില്ല. യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഖുർആൻ നമ്മോട് പഠിപ്പിച്ച എന്തെല്ലാം ആയത്തുകളും സൂറത്തുകളും അദ്കാറുകളും സ്വലാത്തുകളുമുണ്ട്, അതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകൾ അടുക്കലേക്ക് പോയിട്ട് പൈസ കളയുന്നു. ചിലപ്പോൾ മാനസികമായി തളർത്തിക്കളയുന്നു, ചിലപ്പോൾ ശാരീരികമായി തളർത്തിക്കളയുന്നു. ഈ രൂപത്തിൽ ജനങ്ങളെ മുമ്പിൽ ചിലപ്പോൾ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത രൂപത്തിൽ വസ്ത്രത്തലത്തിലേക്ക് എത്തുന്ന എത്രയെത്ര ജ്യോത്സ്യന്മാരെടുക്കൽ പോകുന്നവരുണ്ട്. അങ്ങനെ ഒന്നും പോകാതെ തന്നെ പരിഹാരം ലഭിക്കുന്ന, ഏത് പ്രതിസന്ധിക്കും പരിഹാരമായ അതേ ഹദ്ദാദ് റതീബ്, അതേ പലരും ഇത് കളിയാക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഹദ്ദാദ് ഓതുന്നവർ എത്ര പേരുണ്ട്? പള്ളിയിൽ ഹദ്ദാദ് നടക്കുന്നു, പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകൾ വരുന്നത് ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ്. അതേ സ്ഥാനത്ത് ചില പ്രായം ചെന്നവർ ചില നാടിന്റെ വെളിച്ചമാണ്, ചില ചെറുപ്പക്കാർ ചില നാടിന്റെ വെളിച്ചമാണ്. അതേ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന ഉസ്താദ്, ആ ഉസ്താദ് മാത്രം ഹദ്ദാദ് ഓതുന്ന എത്ര പള്ളികളാണ്? യഥാർത്ഥത്തിൽ ആ ഹദ്ദാദിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഹദ്ദാദ് റാത്തീബ് എന്റെ ഉമ്മമാര് സഹോദരിമാര് കേൾക്കുന്നവർ മക്കളെ കൊണ്ട് മദ്രസയിൽ ഹദ്ദാദ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഹദ്ദാദ് ഓതുന്നവരാകണം. നമ്മൾ ഒരു ദിവസവും ഹദ്ദാദ് മുടക്കുന്നവരാകാൻ പാടില്ല. ഞാനൊരു യാത്രയിൽ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ, എനിക്കധികം ഒന്നും ചൊല്ലാൻ സമയം കിട്ടാറില്ല, തിരക്ക് പിടിച്ച ജോലിയിലിടയിൽ 7 വർഷത്തോളമായി എനിക്ക് ഇജാസത്ത് ലഭിച്ചു. ഹദ്ദാദ് ഓതാൻ നമ്മളെ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു, ഞാൻ 7 വർഷമായിട്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഹദ്ദാദ് ഒഴിവാക്കാറില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തിരക്ക് പിടിച്ച ചെറുപ്പക്കാരൻ ഹദ്ദാദിന് സമയം കണ്ടെത്തുന്നു, നമുക്ക് സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഹദ്ദാദ് റാത്തീബ് നോദിയാൽ അത് വീടിനൈശ്വര്യമാണ്, അവന് കൈശ്വര്യമാണ്, അവന്റെ പ്രതിസന്ധികൾക്ക് കാരണമാണ്. അതിലെ ചില ദിക്റുകൾ മരണം പോലും സംഭവിക്കാത്ത ദിക്റാണ്. അത്രയും പ്രൊട്ടക്ഷൻ ഉള്ളൊരു ദിക്റ് നമുക്ക് കാണാൻ സാധിക്കൂല. ഈ ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കിയതിന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കാരണം ഈമാൻ കളങ്കപ്പെടുത്താതിരിക്കാനാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബീൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു യമനിന്റെ തലസ്ഥാനമായ ഹളറമൂത്തിൽ താമസിക്കുന്ന കാലത്ത് അന്നത്തെ ആത്മീയ നേതൃത്വം അബ്ദുല്ലാഹ് ഇബ്നു അബീൽ ഹദ്ദാദ് തങ്ങളാണ്. അതേ സയ്യിദിയ എന്ന് പറയുന്ന ഒരു ഷിയാ വിഭാഗം അവിടെ വരികയാണ്. നമ്മുടെ നാട്ടിൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് പോലെയുള്ള ആളുകൾ വരുന്നത് പോലെ സൈദിയ എന്ന് പറയുന്ന വിഭാഗം കടന്നു വരികയാണ്. ഈ സൈദിയ എന്ന് പറയുന്നത് ഷിയാ വിഭാഗമാണ്. അവർ അതേ പാരമ്പര്യമായി മുസ്ലിം ഉമ്മത്ത് ആചരിച്ചനുഷ്ഠിച്ചു പോന്നിരുന്ന കാര്യങ്ങളിൽ അതിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ആത്മീയതയെയും കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും ചൂഷണം ചെയ്തു വരുമ്പോ ഇത് മുത്തുനബി പഠിപ്പിക്കാത്തതാണ്, ഇത് മഹാന്മാര് പഠിപ്പിക്കാത്തതാണെന്ന് പറഞ്ഞ് പുതിയൊരു ദീനുമായി ഈ മനുഷ്യരുടെ വൃത്തടങ്ങളിലേക്ക് ചേർക്കുകയും അതുപോലെ തന്നെ അവരുടെ വികലമായ ആശയങ്ങളെ, ആദർശങ്ങളെ അതേ ഇവർക്ക് ഇൻജക്ട് ചെയ്തു കൊടുത്ത് ഈമാൻ കളങ്കപ്പെടുത്തുമ്പോൾ അവിടുത്തെ കുറെ ജനങ്ങൾ ആത്മീയ നേതൃത്വമായ അബ്ദുല്ലാഹ് ഇബ്നു അബീൽ ഹദ്ദാദ് തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്.
വരികയാണ്. വന്നിട്ട് തങ്ങളെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ഈ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹി അലവിൽ ഹദ്ദാദ് തങ്ങളെ ഏറ്റവും പോരിശയായ ആയത്തുകൾ, ആയത്തുൽ കുർസി, ആമനുൽ റസൂൽ അടക്കമുള്ളതായ സൂറത്ത് ആയത്തുകൾ എടുത്ത് ഹദീസുകൾ പരതി ഏറ്റവും മഹത്വമുള്ള ദിക്റുകൾ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ, ഒരാളിത് രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം ചൊല്ലിയാൽ അവനക്കൊരു പ്രയാസമുണ്ടാകൂല, അവനക്കൊരു പ്രതിസന്ധി ഉണ്ടാകൂല എന്ന് പറഞ്ഞ ദിക്റടക്കമുള്ള ദിക്ർ, ആ ദിക്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഹദ്ദാദ് റാത്തീബ്, റാത്തീബ് എന്ന് പറഞ്ഞാൽ സ്ഥിരം ചൊല്ലുന്നതാണ് റത്തബ റാത്തീബ്. ആ റാത്തീബ് സ്ഥിരമായിട്ട് ഔറാദായിട്ട് ചൊല്ലി വരുന്ന ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കി അതിന്ന് ലോക മുസ്ലിമീങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹദ്ദാദ് എന്നും ചൊല്ലിയാൽ അതിന്റെ ശറയിലൊക്കെ കാണാൻ ഹുസ്നുൽ ഖാത്തിമ ഉണ്ടാകുന്നതാണ്. സൂഉൽ ഖാത്തിമ, അതായത് മോശമായ അന്ത്യമുണ്ടാവൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് കേട്ടില്ലേ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജ്ർനാ മിൻ ഖിദിയ്യിദ് ദുനിയ വഅദാബിൽ ആഖിറ. അതേ എല്ലാ കാര്യങ്ങളുടെയും അവസാനം നീ നന്നാക്കി തരണേ അല്ലാഹ്. എപ്പോഴും നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, എന്റെ മജ്‌ലിസ് വീക്ഷിക്കുന്നവർ സ്വലാത്ത് ചൊല്ലേണ്ടവരാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകൂല. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തത് ഈമാനോടുകൂടി മരിക്കാനുള്ള കാര്യമാണ്. മൂന്നാമത്തത് അതേ വുളു ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് പലപ്പോഴും ഹൗദിന്റെ വീട്ടിലെ ടാപ്പ് തുറന്ന് വുളു ചെയ്യുമ്പോ, കുളത്തിൽ പോയി വുളു ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഏത് സമയത്ത് വുളു ചെയ്യുമ്പോഴും ഉമ്മമാര് ഓർമ്മയോടുകൂടി 2 കൈയും കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. ശഹാദത്ത് കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഉളുവിന് ശേഷമുള്ള ദുആ, ആ ദുആ ജീവിതത്തിൽ മറന്നു പോകരുത്. ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണ് ആ ദുആനെ കുറിച്ച്? അതേ ആ ദുആ ചൊല്ലിയാൽ ഫുതിഹത് ലഹും അബ്വാബുൽ ജന്നത്തി സമാനിയ, അതേ സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ഫുതിഹത് ലഹും, അത് അവർക്ക് തുറക്കപ്പെടുന്നതാണ് 8 കവാടങ്ങളും. മിൻ അയ്യിഹാ ശാആ, ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവനക്ക് സ്വർഗത്തിന് കടക്കാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മഹത്തായ ഒരു ദുആ. ആ ദുആ നിത്യമാക്കിയാൽ അവൻ ഈമാൻ സലാമത്തായി മരിക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാ പള്ളിയുടെയും ഹൗലും കരയിൽ അത് എഴുതി ഉല്ലേഖനം ചെയ്തു വെച്ചു. പക്ഷേ അത് നമുക്ക് നോക്കാൻ സമയമില്ല, തിരക്കാണ്. ദുആ ചെയ്യണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാർ പള്ളിയിൽ പോകുന്നവർ, ഒന്നേര് ചെയ്യുന്നവരാണെങ്കിൽ മശ്റബയിൽ പോയവരത് ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മറ്റൊന്നാണ് അതേ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതണം. സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ 25 മഹത്വങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്ന ഏറ്റവും വലിയൊരു മഹത്വമായിട്ട് പറയുന്നു, അവസാനം അന്ത്യം നന്നാകാൻ, ഈമാനുള്ള മരണം ലഭിക്കണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച രാവിലോ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അഞ്ചാമത്തൊരു കാര്യം ഞാൻ ചുരുക്കി പറയട്ടെ.
ഈ കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. എല്ലാ ദിവസവും ഒരു 5 പ്രാവശ്യം നമ്മളിത് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിയാൽ, വെള്ളിയാഴ്ച ദിവസം ഇത് ചൊല്ലാൻ മറക്കാതിരിക്കുമെന്ന് മഹത്തുക്കൾ പറയുന്നു. ഒരു ബൈത്താണ്. ആ ബൈത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഗൂഗിളിലൂടെ അതടിച്ചു നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ ഞാനിത് എൻ്റെ വീഡിയോയിൽ ഞാനിതെല്ലാം പോസ്റ്റ് ചെയ്തു തരാം. അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം. വെള്ളിയാഴ്ച ദിവസം 5 പ്രാവശ്യം എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ്, അതിനെ ഈമാനോടല്ലാതെ മരിക്കുകയില്ലെന്ന് മഹത്തുക്കൾ പറയുകയാണ്. ഏതാണെന്നറിയോ അത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ത്വാ അലാ നാരിൽ ജഹീം ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ذنوبي فإنك غافر الذنب الحبيب എന്നിങ്ങനെ 5 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, മഹത്തുക്കൾ കണ്ണീരൊഴുക്കി കരഞ്ഞ് പാടിയ ബൈത്താണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. എന്താണ് അതിന്റെ അർത്ഥം? ഇലാഹി, എന്റെ ഇലാഹേ, അല്ലാഹുവേ, എന്റെ ആരാധ്യനായ റബ്ബേ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഫിർദൗസ് എന്ന് പറയുന്ന നല്ല സ്വർഗം നീ എല്ലാവർക്കും മഹത്തുക്കൾക്ക് നിനക്ക് നിന്നെ അനുസരിച്ചവർക്ക് ആരാധിച്ചവർക്ക് നൽകുമ്പോ ആ സ്വർഗത്തിന് ഞാൻ അർഹനല്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഫിർദൗസാകുന്ന സ്വർഗത്തിന് ഞാൻ അർഹനല്ല. വലാ ഖുവാലാ നാരിൽ ജഹീമി, എന്നാൽ എനിക്ക് ശക്തിയില്ല റബ്ബേ, നരകമാകുന്ന ജഹീമാകുന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് എനിക്ക് പോകാൻ പറ്റൂല. ആ ചൂട് സഹിക്കാൻ എനിക്ക് കഴിയൂല. ദുനിയാവിലെ ചെറിയ അതേ തീപ്പെട്ടി എടുക്കുമ്പോഴുള്ള തീ പോലും എനിക്ക് പറ്റുന്നില്ല. കഠിനമായ ചൂട് വരുമ്പോൾ അത് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഈ ദുനിയാവിലെ ഒരു അംശം തീയാണല്ലോ എല്ലാ തീയും. അതിനേക്കാൾ 99 ഇരട്ടി തീയവിടെ വരുമ്പോ ആ തീ എങ്ങനെ എനിക്ക് സഹിക്കാനാണ്? എനിക്കതിനുള്ള കഴിയില്ല. വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ, അതുകൊണ്ട് നീ എനിക്ക് പശ്ചാത്താപം നൽകണം. തൗബൻ നിന്ന് സ്വീകരിക്കാം. തൗബോശാരമായി നീ പശ്ചാത്താപം സ്വീകരിക്കണേ റബ്ബേ. ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ذنوبي, എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് സ്വർഗം നൽകണേ അല്ലാഹ്. നരകം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് എന്ന നരകമോചനത്തിന്റെ ദുആ, ആ ദുആ നമ്മൾ ചെയ്താൽ ഈമാനോടുകൂടി മരണം ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഇൽമു ജീവിതത്തിൽ പകർത്തുക, അത് മറക്കരുത്. ആ ദിക്ർ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അത് എഴുതി കാണിക്കും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റ് നമുക്കപ്പോൾ സലാത്തിലേക്ക് കിടക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അഅ്ളം സ്വലാത്ത്. അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അഅ്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വണ്ണമായ ഏറ്റവും ഉയർന്നൊരു സ്വലാത്താണ്. ആ സ്വലാത്ത് മുത്തുനബിയെ അവിടുത്തെ അവദാനങ്ങൾ സലാമും ചൊല്ലിക്കൊണ്ടുള്ള വളരെ മഹത്തായ സ്വലാത്താണ്. കടമുള്ളവർക്ക് കടം വീടാൻ, പ്രതിസന്ധിയുള്ളവർക്ക് പ്രതിസന്ധി മാറാൻ, അസുഖമുള്ളവർക്ക് അസുഖം മാറാൻ നിശ്ചിത എണ്ണം നെയ്യത്താക്കി ചൊല്ലിയാൽ ഏത് പ്രതിസന്ധിക്കും കാരണമാവും. സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചൊല്ലിയതായി മഹത്തുക്കൾ പറഞ്ഞത് കാണാം. അങ്ങനെയുള്ളതായ മഹത്തായ സ്വലാത്താണ് ഈ സ്വലാത്ത്. നമ്മൾ നിത്യമായി 1 പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ നമുക്കൊരുപാട് ഖൈറാത്തുകൾ അല്ലാഹു നൽകും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് ചൊല്ലാത്തവർ ചൊല്ലി നോക്കണം. വലിയ
വലിയ മഹത്വമുള്ള സ്വലാത്താണ്. ഇതിൻ്റെ ഞാൻ സ്ക്രീനിൽ ചിലപ്പോൾ കഴിയുമെങ്കിൽ വിടാം. അതല്ല എങ്കിൽ എൻ്റെ ഇത് കേട്ടാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ ഈ സ്വലാത്ത് കിട്ടും. അല്ലെങ്കിൽ സുന്നി മൻസിൽ എന്ന് പറയുന്ന നമ്മളെ മൻസിലുകൾ നോക്കിയാൽ ഈ സ്വലാത്ത് കിട്ടും. ഈ സ്വലാത്ത് നിങ്ങൾ കേട്ട് എന്നോടൊപ്പം ചെല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഈ മജ്‌ലിസ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കബൂൽ ചെയ്യട്ടെ. ദുആക്ക ആർക്കെങ്കിലും അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ കൊടുക്കുക. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് വിഷയങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ ദുആ ചെയ്യാം. അല്ലാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹളറത്ത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على سيدنا محمد سيد المرسلين. اللهم صل وسلم على سيدنا محمد سيد المجاهدين. اللهم صل وسلم على سيدنا محمد سيد الشاهدين. اللهم صل وسلم على سيدنا محمد سيد الخائفين. اللهم صل وسلم على سيدنا محمد سيد الخاشعين. اللهم صل وسلم على سيدنا محمد سيد الطائعين. اللهم صل وسلم على سيدنا محمد سيد الطائبين. اللهم صل وسلم على سيدنا محمد سيد العابدين. اللهم صل وسلم على سيدنا محمد سيد الحامدين. اللهم صل وسلم على سيدنا محمد سيد الصالحين. اللهم صل وسلم على سيدنا محمد سيد الراكعين. اللهم صل وسلم على سيدنا محمد سيد الساجدين. اللهم صل وسلم على سيدنا محمد سيد القائمين. اللهم صل وسلم على سيدنا محمد سيد المتقين. اللهم صل وسلم على سيدنا محمد سيد المستغفرين. اللهم صل وسلم على سيدنا محمد سيد النادمين. اللهم صل وسلم على سيدنا محمد سيد الشاكرين. اللهم صل وسلم على سيدنا محمد سيد الحافظين. اللهم صل وسلم على سيدنا محمد سيد الذاكرين. اللهم صل وسلم على سيدنا محمد سيد العاقلين. اللهم صل وسلم على سيدنا محمد سيد المحسنين. اللهم صل وسلم على سيدنا محمد سيد الأكرمين. اللهم صل وسلم على سيدنا محمد سيد المنذرين. اللهم صل وسلم على سيدنا محمد سيد المبشرين. اللهم صل على سيدنا محمد سيد الطيبين. اللهم صل وسلم على سيدنا محمد سيد النبيين. اللهم صل وسلم على سيدنا محمد سيد العالمين. اللهم صل وسلم على سيدنا محمد الزكي التقي. اللهم صل وسلم على سيدنا
محمد القرشي الحشمي. اللهم صل وسلم على سيدنا محمد المدني العربي المكرم يوم القيامة. اللهم صل وسلم على سيدنا محمد سيد أهل الجنة. اللهم صل وسلم على سيدنا محمد صاحب المقام المحمود. اللهم صل وسلم على سيدنا محمد صاحب الصراط المستقيم. اللهم صل وسلم على سيدنا محمد أفضل الأولين والآخرين. اللهم صل وسلم على سيدنا محمد وعلى جميع الأنبياء والمرسلين وعلى جميع الملائكة المقربين وعلى عباد الله الصالحين. اللهم صل وسلم على من سميته ذاكرا وحبيبا ومذكرا محمد رسول الله. اللهم صل وسلم على من سميته ذاكرا وحبيبا ومذكرا محمد رسول الله. اللهم صل وسلم على من سميته أحمدا ومحمدا وسيدا محمد رسول الله. اللهم صل وسلم على من سميته صابرا ونبيا ومراقبا محمد رسول الله. اللهم صل وسلم على من سميته عاليا ورحيما محمد رسول الله. اللهم صل وسلم على من سميته عاقبا وكريما محمد رسول الله. اللهم صل وسلم على من سميته عادلا وجوادا ومزملا محمد رسول الله. اللهم صل وسلم على من سميته قاسما ومهديا وهاديا محمد رسول الله. اللهم صل وسلم على من سميته شكورا وحريصا محمد رسول الله. اللهم صل وسلم على من سميته قائما وصفيا وعبد الله محمد رسول الله. اللهم صل وسلم على من سميته شاهدا وبصيرا ومهديا محمد رسول الله. اللهم صل وسلم على من سميته باهيا ونورا مكيا محمد رسول الله. اللهم صل وسلم على من سميته شاكرا ووليا ونذيرا محمد رسول الله. اللهم صل وسلم على من سميته برهانا صحيحا وشريفا محمد رسول الله. اللهم صل وسلم على من سميته طاهرا وصفيا ومختارا محمد رسول الله. اللهم صل وسلم على من سميته مسلما ورؤوفا محمد رسول الله. اللهم صل وسلم على من سميته مؤمنا وحليما محمد رسول الله. اللهم صل وسلم على من سميته قائما ومحمودا وحامدا محمد رسول الله. اللهم صل وسلم على من سميته مصباحا وامرا وناهيا محمد رسول الله. صلى الله عليه وعلى آله وصحبه وأزواجه وذرياته وأهل بيته وعن كل الصحابة أجمعين. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സലാത്ത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നീറുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാകട്ടെ. തർബിയ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. പ്രതിസന്ധികൾ തട്ടിമാറ്റട്ടെ. രോഗങ്ങളെ ശിഫ നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് മുത്തുനബിയിലേക്ക് സലാത്ത് സലാമ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خليل الله. الصلاة والسلام عليك يا سيدي يا
نبي الله. الصلاة والسلام عليك يا سيدي يا صفي الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. الصلاة والسلام عليك يا سيدي يا من اختاره الله. الصلاة والسلام عليك يا سيدي يا من أرسله الله. الصلاة والسلام عليك يا سيدي يا من زينه الله. الصلاة والسلام عليك يا سيدي يا من شرفه الله. الصلاة والسلام عليك يا سيدي يا من كرمه الله. الصلاة والسلام عليك يا سيدي يا من علمه الله. الصلاة والسلام عليك يا سيدي يا سيد المرسلين. الصلاة والسلام عليك يا سيدي يا إمام المتقين. الصلاة والسلام عليك يا سيدي يا خاتم النبيين. الصلاة والسلام عليك يا سيدي يا شفيع المذنبين. الصلاة والسلام عليك يا سيدي يا رسول رب العالمين. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. الصلاة والسلام عليك يا سيدي يا حبيب الله. صلوات الله وملائكته وأنبيائه ورسله وأمات عرشه جميع خلقه على سيدنا محمد وآله وصحابه عليه وعليهم الصلاة ورحمة الله وبركاته. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഈ മജ്ലിസ് പരിഹാരമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി ഖദരി വമിഖ്ദാരിഹിൽ അദീം. ലക്കൽ ഹംദു വൽ മഅബൂദു യാ അല്ലാഹ്. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്, ഇത്രയും നേരം ഞങ്ങൾ ഇരുന്ന് ചൊല്ലിയ സ്വലാത്തുകൾ, കേട്ട നസീഹത്തുകൾ, ഇൽമ് എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സമയങ്ങളൊന്നും വെറുതെ ആക്കല്ലേ അല്ലാഹ്. ഈ സമയം നീ ആഖിറത്തിൽ ഉപകാരമുള്ള ഇൽമാക്കി വലിയ വിജയത്തിനുള്ള കാരണമാക്കി കബൂൽ ചെയ്യണേ അല്ലാഹ്. ഉപകാരമുള്ള ഇൽമിൽ ഞങ്ങളുടെ ഇൽമുകളൊക്കെ നീ കൊടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ തട്ടി മാറ്റണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. ക്യാൻസർ നൽകല്ല അല്ലാഹ്. ട്യൂമർ നൽകല്ല അല്ലാഹ്. അപസ്മാരകം നൽകല്ല അല്ലാഹ്. മാനസിക രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. പ്രതിസന്ധികൾ തട്ടി മാറ്റണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കം ചെയ്യണേ അല്ലാഹ്. ധാരാളം രോഗികൾ വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ ശിഫ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. പ്രയാസം ശിഫ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഖൈറായതെല്ലാം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിനെ മനസ്സാവാജായിട്ടെടുത്തവർ എല്ലാവർക്കും ഖൈറാത്തുകൾ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ മുറാദും ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് മുത്തുനബിയിലേക്ക് അടുക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഖൈറാത്തുകൾ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ആക്സിഡന്റുകളെ തൊട്ട്, പേമാരികളെ തൊട്ട്, പ്രതിസന്ധികളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരിക്കുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ അല്ലാഹ്. കടമുള്ളവരുണ്ട്, റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ കണ്ടിട്ട് എല്ലാ
ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. ഹജ്ജ് ഉംറക്ക് സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ ദിനേന ഞങ്ങളെ കാണുമ്പോൾ ആ മുറാദുകൾ പറയുന്നവർ എല്ലാ മുറാദും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാര്, ഉമ്മമാര്, പെൺമക്കള്, വീട്ടിലെ കുടുംബിനികൾ, അവരുടെ വീട്ടുജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പൈശാചിക ഉപദ്രവങ്ങളൊക്കെ നീക്കം ചെയ്ത് ജീവിതത്തിലുടനീളം ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കം ചെയ്യണേ അല്ലാ. വീട്ടുജോലികളിലും മക്കളെ നോക്കുന്നതിലും ബറക്കത്ത് നൽകണേ അല്ലാ. ശാരീരിക മാനസിക പ്രതിസന്ധികൾ മാറ്റി ആര് ശൈത്താനെ തയ്ച്ചു വിട്ടു അവരിലേക്ക് തിരിച്ചയക്കണേ അല്ലാ. ഷർറുകളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സംഘടനാ ജീവിതത്തിലും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഞങ്ങളെല്ലാ മേഖലയിലും ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തിലും ഖൈർ പ്രദാനം ചെയ്യുന്ന അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സാമ്പത്തികമായി പ്രതിസന്ധികളിൽ സഹായിച്ചവർ, ഞങ്ങളെ ഏറ്റെടുത്തവർ എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആഖിബത്ത് തന്ന ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഈമാനില്ലാത്ത മരണം നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ, ഫലസ്തീനിലുള്ള പ്രയാസപ്പെടുന്നവർക്ക് സമാധാനം നൽകണേ അല്ലാ. ഗസയിൽ പ്രയാസപ്പെടുന്നവർ, ലോകത്തിന്റെ വിധവാങ്ങൾ പ്രയാസപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും മനുഷ്യനെ മനുഷ്യനായി കാണാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവർ നീ സഹായിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയ വിഭവങ്ങൾ നൽകണേ അല്ലാ. ജോലി അന്വേഷിച്ചു പോയവർ റഹ്മാനെ ജോലി നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തുമുള്ളവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതം ശിഥിലമായവരുണ്ട്, കുട്ടറപ്പ് നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുണ്ട്, നല്ല സന്താനങ്ങൾ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹാന്മാരുടെ നദദ്, മദദ്, നസ്ർ, ഹിമായത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ മേഖലയിലും ഖൈറാത്ത് ചൊരിഞ്ഞ് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രായം ചെന്ന ഉമ്മമാര് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അവരെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ പറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, ഞങ്ങൾ ഉപ്പമാര്, ഉപ്പാപ്പമാര്, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, കൂട്ടുകാർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ പലരും ഖബറിലാണ്. റബ്ബേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസ് കൊണ്ട് പല ആത്മീയ വേദികളിൽ എത്തിപ്പെടാനും അതുപോലെ തന്നെ റഹ്മാനായ റബ്ബേ നല്ല നല്ല ആത്മീയമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചെന്ന ഉസ്താദുമാര്, സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ ആലിമീങ്ങൾക്കും ആഫിയത്തും ദീർഘായുസ്സും ഏറ്റി നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ, കടൽക്ഷോഭങ്ങൾ, പേമാരികൾ റഹ്മാനെ കാക്കണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.